മാജിക് അവനിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ആണെങ്കിലും, നമ്മൾ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ അമ്മ എന്താണ് നമ്മൾക്കായിട്ട് 4 മണി പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ എപ്പോഴും ഉണ്ടാകും. പിന്നെ അത് സാധാരണഗതിയിലൊരു നാടൻ പലഹാരങ്ങൾ തന്നെയായിരിക്കും. എന്തെങ്കിലും ബനാന ഫ്രൈ ആകാം, അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുള്ള എന്തെങ്കിലും ആകാം, എന്തെങ്കിലുമൊക്കെ വറുത്ത പലഹാരങ്ങൾ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അമ്മ തയ്യാറാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടിയാണ് സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ആവേശത്തിലാണ്, സന്തോഷത്തിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആവേശത്തിന് കുറവൊന്നും ഉണ്ടാവില്ല, എങ്കിലും പല കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് നേരെ ട്യൂഷന് പോകണം. അപ്പോൾ അവിടുന്ന് നേരെ ട്യൂഷൻ സെൻറ്റേഴ്സിലായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ജനറേഷൻസ് മാറുന്നതിനനുസരിച്ച് കാലത്തിലുള്ള ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. നമ്മളുടെ ശീലങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നു. എങ്കിലും വൈകുന്നേരം ഒരു 4 മണി പലഹാരം ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ബേക്കറീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരുപക്ഷെ വീട്ടിൽ വന്ന് വാങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിക്കാൻ സാധിക്കുന്നില്ല വീട്ടിൽ വന്നിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി എന്തെങ്കിലും ഷോർട്ട് ഈറ്റ്സ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു ബർഗറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബണ്ണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വാങ്ങി കഴിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു പാർസലായിട്ട് കയ്യിലെടുക്കും. അപ്പോൾ ബേക്കറിയെ ധാരാളമായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബേക്കറീസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഡിമാൻഡുള്ളൊരു പലഹാരമാണ് ബട്ടർ ബൺസ്. ബട്ടർ ബൺസ് എന്ന് പറഞ്ഞാൽ ബണ്ണിൻ്റെ ആകൃതി ഏതാണ്ട് ബണ്ണ് തന്നെയാണ്. അതിൻ്റെ അകത്തൊരു ബട്ടർ ക്രീം എന്തായാലും അകത്തുണ്ടാകും. പഞ്ചസാരയും ബട്ടറും ചേർന്നൊരു ബട്ടർ ക്രീം ഉണ്ടാകും. അത് മിക്കവാറും എല്ലാ ബേക്കറീസിലും ഉണ്ട്. സാധാരണ ലോക്കലായിട്ടുള്ള ബേക്കറീസിൽ പോലും കിട്ടും. അത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. വയറ് നിറയുന്ന നല്ല ഫില്ലിംഗ് ആണ്, അതായത് വയറ് നിറയുന്ന കാര്യമാണ്, സ്വാദുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബേക്കറിയിൽ വാങ്ങാൻ കിട്ടും എളുപ്പത്തിൽ. പക്ഷേ വീട്ടിൽ അമ്മയ്ക്ക് തയ്യാറാക്കാൻ പറ്റിയാലും സന്തോഷം തന്നെയാണ്. അവധി ദിവസങ്ങളിലെല്ലാം അമ്മയ്ക്ക് തയ്യാറാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ബട്ടർ ബണ്ണാണ് നമ്മളുടെ ഇന്നത്തെ വിഭവം. അപ്പോൾ ഈ ബട്ടർ ബൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇലക്ട്രിക് അവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഭവമല്ല. നമ്മൾക്ക് ബട്ടർ ബൺ ഇലക്ട്രിക് അവൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് എന്നിവ കാണാം. മൈദ മാവ് 1/2 കിലോ അഥവാ 4 കപ്പ്, ഈസ്റ്റ് 1.5 ടീസ്പൂൺ, പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, നെയ്യ് 1 ടേബിൾ സ്പൂൺ, വെള്ളം, കുഴയ്ക്കാൻ ആവശ്യമായത്, എണ്ണ വറുക്കാൻ ആവശ്യമായത്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നല്ലൊരു ബൗളെടുക്കുക, അതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യം നല്ലൊരു ഡോ തയ്യാറാക്കണം, ഒരു മാവ് കുഴച്ചെടുക്കണം. അതിന് മൈദ മാവ് ഇതൊരു 1/2 കിലോ എന്ന് പറയുമ്പോൾ ഒരു കപ്പിൻ്റെ അളവാണെങ്കിൽ 4 കപ്പ്, 240 ml 4 കപ്പ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പിൻ്റെ സൈസ്, 240 ml. അപ്പോൾ 4 കപ്പ്, അല്ലെങ്കിൽ വെയിറ്റാണ് നോക്കുന്നതെങ്കിൽ 1/2 കിലോ മൈദ മാവ്. 1 കിലോയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ നേരെ പകുതി എടുക്കുക. അതിനകത്തേക്ക് ആദ്യം നമ്മൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഫോറിൻ ഈസ്റ്റാണ്, അതുകൊണ്ട് വളരെ ചെറിയ തരിയാണ്. 1.5 ടീസ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാട്ടിൽ വാങ്ങുന്ന ഈസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ഗ്രാന്യൂൾസാണ്, കുറച്ചുകൂടി വലിയ റൗണ്ട്സാണ്. അതാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ എടുക്കണം, കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ് 1.5 ടീസ്പൂൺ. അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിച്ചു. ഇനി നടുക്കൊരു കുഴി ഉണ്ടാക്കാം. മാവിൻ്റെ നടുക്കായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. ഒരു മുട്ട, പിന്നെന്താ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് ഞാൻ അളന്ന് വെച്ചതാണ്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം ഉപ്പ്. ഇത്രയും മാവിലെ ബൺസ് ഉണ്ടാക്കുന്നതിന് ആവശ്യം ഏതാണ്ട് ഒരു 20 മുതൽ 25 വരെ, സൈസ് നമ്മൾ എത്ര അനുസരിച്ച് എടുക്കുന്നു അതനുസരിച്ച് ബൺസ് നമുക്കിതിൽ നിന്നും കിട്ടും. അതിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ചെറിയൊരു മധുരമുണ്ട്, പിന്നെ ഉപ്പും കൂടി ഇരിക്കട്ടെ. ഇനി എന്താ വേണ്ടത്, ഇനി കുറച്ച് വെള്ളം ആവശ്യാനുസരണം ഒഴിക്കാം. ആദ്യം ഒരല്പം വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് യോജിപ്പിക്കാം. ഞാൻ കൈവച്ച് യോജിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അതിനു മുമ്പ് ആദ്യം തവി കൊണ്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അറിയാനാണ് നമ്മൾ കുറേശ്ശെ വെള്ളം, ഇച്ചിരി വെള്ളം കൂടി വേണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയാണ്, പക്ഷേ ഇച്ചിരി കൂടെ ലൂസാക്കണം. ചപ്പാത്തിക്ക് കുറച്ച് ടൈറ്റാണ്, ഇച്ചിരി കൂടെ ലൂസാക്കിയാണ് കുഴയ്ക്കേണ്ടത്. അതാണ് അതിൻ്റെ പാകം.
കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. അതിനു മുമ്പ് നമുക്കിനി 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കും. കുഴയ്ക്കൽ കൈ കൊണ്ടാകാം. അപ്പോൾ ചെറു ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴയ്ക്കും. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ മാവ് നല്ല പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുക, കറക്റ്റ്. ഇപ്പോൾ അതായത് നോക്കി വെക്കുക ഞാൻ എങ്ങനെയാണ് കുഴച്ചിരിക്കുന്നതെന്ന്. കണ്ടല്ലോ, കുറച്ച് ലൂസാണ്, ഭയങ്കര ടൈറ്റല്ല, ഇച്ചിരി ലൂസാണ്. എൻ്റെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം. അപ്പോൾ മാവിനെ നമുക്കൊന്ന്, ഞാനിതൊരു മൽമൽ തുണി നനച്ച് പിഴിഞ്ഞെടുത്തതാണ്. ചെറിയൊരു ഈർപ്പമുണ്ട്, അത് വെച്ചിട്ട് മൂടി ഒരു സൈഡിലേക്ക്. അപ്പോൾ എപ്പോഴും ഒരു റൂം ടെമ്പറേച്ചർ ഇച്ചിരി ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും. എന്തായാലും 1 മണിക്കൂർ മിനിമം സമയം. അപ്പോൾ തണുത്ത പ്രദേശത്ത് വയ്ക്കുന്നതിനെക്കാട്ടിലും അത്യാവശ്യം ചെറുതായിട്ട് റൂമിനകത്ത് കുറച്ച് ചൂടുള്ള ഭാഗത്തേക്ക് തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മൾ മൂടി വെച്ചിരുന്ന നമ്മളുടെ മാവ് ഡോ ഒന്ന് നോക്കാം. ഓക്കെ, ഡബിൾ സൈസ് പൊങ്ങി കഴിഞ്ഞു. കണ്ടല്ലോ, പൊങ്ങിയിരിക്കുവാണ്. ഇനി ഇത് കൈ കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വീണ്ടും നമ്മൾ ഒന്ന് കുഴയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര സൈസിലാണ് ഉരുളാനോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ സൈസായിട്ട് ഇത് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ഉരുളണ്ട. അപ്പോൾ നമുക്കിങ്ങനെ അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് വീണ്ടും ഒന്ന് നോക്കാം. കയ്യിൽ വേണമെങ്കിൽ അല്പം വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ്യ് ഒന്ന് വേണമെങ്കിൽ തടവാം. ചെറിയ ബോൾസായിട്ട്, തീരെ ചെറുതല്ല, ഈ രീതിയിലുള്ള ബോൾസായിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് ഇച്ചിരി വലുതാവുമല്ലോ, അപ്പോൾ അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വയ്ക്കുക. സിലിണ്ടറിക്കലായിട്ടാണ് ആദ്യം ഞാനിങ്ങനെ ആക്കുന്നു, എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കുന്നു. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കാം. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും മടക്കാം, ഷേപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിനെ ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പോൾ എത്ര വലിപ്പം വേണം എന്നുള്ളത് നമുക്കതനുസരിച്ച് പ്രസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒരു മഷ്റൂം പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കൈ കൊണ്ട്. സ്പേസ് ഇട്ട് വയ്ക്കുന്നു. ഓക്കെ, ഇനി ഒരു 2 സെറ്റും കൂടി വെക്കാൻ സ്ഥലമുണ്ട് തോന്നുന്നു. ഇതെല്ലാം 2 ട്രേയിലായിട്ട് ഞാനിങ്ങനെ അടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച ബൺസ് എല്ലാം തന്നെ ഏതാണ്ട് 20 മിനിറ്റ് സമയം കഴിഞ്ഞു. 15 to 20 മിനിറ്റ്സ് അത് ഡബിൾ സൈസായിട്ട് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ ഇത് നമ്മൾ നനഞ്ഞ തുണി, ഒരു മൽമൽ തുണി അല്ലെങ്കിൽ ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ ഈർപ്പം വേണം. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം. ക്ലോത്ത് കറക്റ്റ് ഡബിൾ സൈസായിട്ട് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബൺസിൻ്റെ ഒരു സ്റ്റേജ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മറ്റേ ട്രേയിൽ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് സമയമാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമ്മളൊന്ന് അടുപ്പ് കത്തിച്ച് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കണം. അപ്പോൾ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന ബണ്ണാണല്ലോ, ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വറുത്ത് കോരുവാണല്ലോ, അപ്പോൾ അതിനാവശ്യമായ എണ്ണ, റിഫൈൻഡ് ഓയിൽ. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഡബിൾ സൈസിലിരിക്കുന്ന നമ്മളുടെ ബൺസ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇടാം. ഓക്കെ,
ഇത് കവർ ചെയ്ത് വെക്കാം. കാര്യം അത് ഡ്രൈ ആകാൻ പാടില്ല. നമ്മളിങ്ങനെ എപ്പോഴും ഒരു ഈർപ്പമുള്ളൊരു തുണി കൊണ്ട് അത് കവർ ചെയ്ത് വയ്ക്കും. ഇനി തിരിച്ചും മറിഞ്ഞ് കിടന്നത് ഇതിങ്ങനെ മറ്റേ സൈഡ് ബ്രൗണായി അപ്പോൾ തീ നമ്മളൊന്ന് ക്രമീകരിക്കുക. ആദ്യം നല്ല ചൂട്ടിൽ തന്നെ ഇടുക. അപ്പോൾ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഫപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നല്ല പൊള്ളി വരും. അത് കഴിഞ്ഞിട്ട് തീ അല്പം ഒന്ന് കുറയ്ക്കും. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ഗോൾഡൻ ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് മറ്റൊരു ബണ്ണിൻ്റെ ഒരു കളർ നോക്കുക. അപ്പോൾ ബട്ടർ ബണ്ണിന് വേണ്ട ബണ്ണല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു 6 എണ്ണം ഇങ്ങനെ കറക്റ്റ് പാകത്തിന് മൂത്തിട്ടുണ്ട്. കളർ നോക്കൂ, ഇത് എത്ര ഇനി ഇതിൽ നോക്കണമെങ്കിൽ അങ്ങനെ ആകാം. അപ്പോൾ എത്ര വേണം നോക്കിയിട്ട് ഒരു ഡാർക്ക് ഒരു ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും ഇച്ചിരി കൂടെ കയറി നിൽക്കുന്ന കളറായിട്ട് മൂപ്പിച്ചു. ഇത് നമുക്കൊന്ന് മാറ്റാം പ്ലേറ്റിലേക്ക്. ഇത് എണ്ണ കുടിക്കുകയൊന്നുമില്ല, എണ്ണ ഒന്നും കുടിക്കില്ല, സുഖമായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും. ഇനി ബാക്കി നമ്മൾ 20 റൗണ്ട്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബൺസ്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ബൺസും ഞാൻ ഇതുപോലെ തന്നെ ഇതേ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലിട്ട് വറുത്ത് കോരും. ഇതേ പ്രോസസ്സ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ ബൺസ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ബണ്ണിൻ്റെ മണം, നല്ല സ്വാദാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. ഇതിന് ബട്ടർ ബണ്ണാകുന്നത് എങ്ങനെയാണ്? ബട്ടർ ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ബട്ടർ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന് വേണ്ട ചേരുവകൾ എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് കാണാം. വെണ്ണ 100 ഗ്രാം, പൊടിച്ച പഞ്ചസാരയോ ഐസിങ് ഷുഗറോ 2.5 കപ്പ്, പശുവിൻ പാൽ 3 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. ഇനി നമ്മളുടെ ബട്ടർ ബണ്ണിൻ്റെ ബട്ടർ ക്രീം ഞാൻ തയ്യാറാക്കാൻ പോവാണ്. അതിനൊരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു 100 ഗ്രാം വെണ്ണ, 100 ഗ്രാം വെണ്ണ. പിന്നെന്താ വേണ്ടേ? ആദ്യം വെണ്ണ ഒന്ന് ബീറ്റ് ചെയ്യണം ചെറുതായിട്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി, അപ്പം നല്ല സോഫ്റ്റാണ്. ഇതിലേക്ക് കുറേശ്ശെ ഇപ്പോൾ 2.5 കപ്പ് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ നന്നായി പൊടിച്ച പഞ്ചസാര, നല്ല അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് തരിയില്ലാണ്ട് എടുക്കണം. ഇതിപ്പോൾ ഐസിങ് ഷുഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം കുറേശ്ശെ ഇടാം. നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, പതപ്പിച്ചെടുക്കുക. ഏകദേശം 2.5 കപ്പോളം ഐസിങ് ഷുഗർ ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് കുറച്ചൊരു വ്യത്യസ്തമായ ടെക്സ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായി വരാൻ ആ ഒരു ക്രീമി ടെക്സ്ചർ മാറി. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ, വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വീണ്ടും അതിങ്ങനെ സോഫ്റ്റ് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാവും. ക്രീമി എന്ന് വെച്ചാൽ നല്ല ക്രീം മാതിരി ആയി വരും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനി ഞാൻ 2ാമത്തെ ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നു. ഇനി ഒരല്പം വാനില എസൻസ്, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. അങ്ങനെ നമ്മളുടെ ബട്ടർ ക്രീം ഇവിടെ റെഡിയാണ്. ഇനിയാണ് നമ്മളുടെ ബൺസിൻ്റെ ഉള്ളിലേക്ക് ഈ ബട്ടർ ക്രീം തേച്ച് പിടിപ്പിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ബൺസ് ബട്ടർ ബൺസായി മാറും. അപ്പോൾ നമ്മളുടെ ബട്ടർ ബൺ ഓരോന്നായിട്ട് കയ്യിലെടുക്കുകയാണ് ഞാൻ. എന്നിട്ട് നമ്മൾ 2ആയിട്ട് ഇങ്ങനെ മുറിക്കുന്നു. ഒരു സെറിഗേറ്റഡ് നൈഫ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം. ഇങ്ങനത്തെ അരം പോലിരിക്കുന്ന വായുള്ള കത്തി, അതാണ് സെറിഗേറ്റഡ് നൈഫ്. അത്തരമാണെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഞാനിങ്ങനെ മുറിച്ചെടുത്തല്ലോ, നമ്മുടെ ബട്ടർ ക്രീം അതൊക്കെ ഇഷ്ടമനുസരിച്ച് എടുക്കാം, എത്ര വേണമെങ്കിലും നിറച്ചിരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുന്നു.
ഞാനിപ്പോൾ ലാവിഷായിട്ട് ബട്ടർ ക്രീം വെക്കുകയാണ് ഓരോന്നിനകത്ത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത്ര നിറച്ച് വെക്കണം എന്നില്ല, കുറച്ചുകൂടെ കുറച്ചായാലും മതി. ഇപ്പോൾ ബണ്ണിന് കുറച്ചുകൂടെ മധുരമുണ്ടെങ്കിൽ അകത്തെ ഫില്ലിങ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളുടെ ബണ്ണുണ്ടാക്കിയ ഡോയിൽ ചേർത്ത്. നിങ്ങൾക്കത് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ബണ്ണ് കുറച്ചുകൂടി സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളിൽ ഞാനിപ്പോൾ ധാരാളം ഫില്ലിങ് വെക്കുന്നതുകൊണ്ടാണ് ഉള്ളിൽ കുറച്ച് കൂടുതൽ വെക്കുന്നത്. കാര്യം അതുകൊണ്ട് ബണ്ണിൻ്റെ മധുരം കുറച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്കെല്ലാം തന്നെ ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മളുടെ 20 ബട്ടർ ബണ്ണും ഞാനിങ്ങനെ 20 ബൺസിനെയും ബട്ടർ ബണ്ണാക്കി മാറ്റിക്കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക ഫ്ലഫി, അകത്ത് നല്ലൊരു ബട്ടർ ക്രീമൊക്കെ ആയിട്ട് നല്ലൊരു ബട്ടർ ബൺ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക, വീട്ടിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിപ്പോൾ സ്വീറ്റ് വേർഷനാണ്. ഇതിൻ്റെ തന്നെ പിന്നെ എരിവുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ള ഫില്ലിങ് വയ്ക്കാം. ഇപ്പോൾ മധുരത്തിന് പകരം കീമ വെച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പാറ്റീസ്, കട്ട്ലേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനെ, നോൺ വെജ് ആണെങ്കിൽ ഏത് ഫില്ലിങ് കൊടുത്തു വേണമെങ്കിലും ചെയ്യാം. 1 2 എന്ന് പറഞ്ഞാൽ ബൺസ് ഉണ്ടാക്കുക, എന്നിട്ട് നല്ല ഇറച്ചിക്കറിയുടെ കൂടെ കൂട്ടി കഴിക്കുക. അതിൽ മധുരം ഈ 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, കൂടുതൽ വേണ്ടല്ലോ. നല്ല മട്ടണോ ചിക്കനോ ഒക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം, എന്തായാലും പരീക്ഷിക്കുക.